രാവിലത്തെ എൻ്റെ പവർ നാപ്പൊക്കെ എടുത്തു കഴിഞ്ഞ് താഴെ വന്ന് നോക്കുക. അന്നേരം ദാ കിടക്കുന്നു. എൻ്റെ കിച്ചണിൽ ഞാൻ രാവിലെ ഇതെല്ലാം കഴുകി വെച്ചിട്ട് പോയതല്ലേ, അതോ എനിക്ക് തേജാവുവിൻ്റെ എഫക്റ്റ് ആണോ? കഴുകിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവളായിരിക്കും, അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ. നമുക്ക് നോക്കിയിട്ട് വന്നാലോ കഴുകിയോ ഇല്ലയോ എന്ന്. രാവിലത്തെ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരെ വാക്കിനൊക്കെ കൊണ്ടുപോയി അവരെ കുറേ നേരം നടത്തിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് രാവിലെ മോന് സ്കൂളിൽ പോകാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി. കണ്ടോ, ഞാൻ തുടച്ചായിരുന്നു. അതാണ്. അതിപ്പോൾ തന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഒരു റോള് എന്നൊക്കെ പറയാം. പിള്ളേരെ പറ്റിക്കാമല്ലോ. റോളെന്നൊക്കെ ഞാൻ ഉണ്ടാക്കിയ പേരാണ്. ഇതിനൊക്കെ റോളെന്ന് വിളിക്കുന്നവരെ വേണം അടിക്കാനായിട്ട്. എനിവേ, ചിക്കനും ചീസും ഒക്കെ വെച്ച് അതൊരു റോളെന്നുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവനെ പറ്റിക്കാൻ ഈസിയാണല്ലോ. ഭർത്താക്കന്മാരെ അല്ലയോ പറ്റിക്കാൻ പറ്റാത്തത്. എനിവേ, അവനെ പിന്നെ നമ്മൾ വിളിച്ചെണീപ്പിച്ച് അവനെ സ്കൂളിൽ പോയി ഇരിക്കേണ്ടതാണല്ലോ. അപ്പോൾ അവനെ കൊണ്ട് കുറേ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിലേ ടീച്ചർമാർക്ക് നല്ലതായിട്ട് ക്ലാസ്സിലിരിക്കുക. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ശല്യമായിരിക്കും. ഇവനെ ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവൻ ഡയറിയിൽ എഴുതി വിടും ഇങ്ങനെ. അപ്പോൾ പിന്നെ അവനെ കുറേ നേരം ട്രെഡ്മില്ലിൽ കിടത്തി ഓടിച്ചു. അത് കഴിഞ്ഞ് താഴെ വന്ന് അവൻ കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, ബേർഡ്സിൻ്റെ ഫുഡും ഒക്കെ ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങി. നമ്മൾ അവനെ അപ്പോഴത്തേക്ക് അവനും വന്നു. അവനും റെഡിയായി. അവനെ നീല കളർ യൂണിഫോം ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പൂച്ചപ്പൂടയും പട്ടിപ്പൂടയൊക്കെ ആണെന്നും പറഞ്ഞുകൊണ്ട് അതും എഴുതി വിടും ഡയറിയിൽ. അതുകൊണ്ട് ഞാൻ അവനെ ലിൻഡ് റോളർ വെച്ച് മൊത്തത്തിലൊന്ന് കറക്കി ചുറ്റിയെടുത്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ കിളിക്കൂട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴെ വന്ന് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ പിള്ളേരെയും കെട്ടിപ്പിടിച്ച് നല്ലൊരു പവർ നാപ്പ്.